നമ്മൾ മീൻ രണ്ട് രീതിയിൽ വയ്ക്കും. ഒന്ന് പുളിയിട്ട് കറി വയ്ക്കും, കുടപ്പുളിയിട്ട് കറി വയ്ക്കും, പിന്നെ ഒന്ന് തിളപ്പിക്കും. പിന്നെ ഞങ്ങൾ റെഡിയാക്കാൻ പോകുന്നത് അയില തിളപ്പിക്കാനാണ്. അതിലേക്ക് ആവശ്യമുള്ള ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി എല്ലാം ഇട്ട് നന്നായിട്ട് ചതച്ചെടുക്കാൻ പോവുകയാണ്. ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മളതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, ചെറുള്ളി, വേപ്പില എല്ലാം കൂടി അതിലേക്ക് ഇടുകയാണ്. വേപ്പില ഇട്ട് വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറച്ച് ഇടുന്നുള്ളൂ, നോക്കിയിട്ട് ആവശ്യം പോലെ ഇടാം. അപ്പോൾ ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യമുള്ള ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ഇടാം. ഞാൻ 1 സ്പൂണാണ് മുളക് പൊടി ഇടുന്നത്. ഒരു ലേശവും കൂടി ഇടാം, എരിവല്ലാണ്ട് പോകും. നന്നായിട്ട് ഇളക്കാം. ഇളക്കി നന്നായിട്ട് പൊടികളൊന്ന് വാടട്ടെ. പൊടികളെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞ് വെച്ചായിരുന്ന തക്കാളി ഇതിലേക്ക് ഇടുകയാണ്. തക്കാളി ഒന്ന് നന്നായിട്ട് മുഴുവനായിട്ട് വാടണ്ട, കുറച്ചൊന്ന് വാടി വരട്ടെ. തക്കാളിയൊക്കെ ഒരുവിധം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം. ഇതിൽ തിളപ്പിക്കുമ്പോൾ അല്ലാണ്ട് ഗ്രേവി ഉണ്ടാവില്ല, നമ്മൾ മീൻകറി വെക്കുന്ന ഗ്രേവി ഉണ്ടാവില്ല. വെള്ളം അധികം ഒഴിക്കില്ല ഇതിലേക്ക്. മീൻ വെന്ത് വറ്റാനുള്ള വെള്ളം ഒഴിക്കാം. വറ്റി കുറച്ച് ഗ്രേവി ആയിട്ട് വേണം നമുക്ക് ഇറക്കാനായിട്ട്. അപ്പോൾ ഒന്ന് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഉണ്ട് എന്തായാലും. പിന്നെ വേറൊരു കാര്യം, നമ്മൾ പൊടി ഇടുമ്പോൾ എപ്പോഴും നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് വേണം പൊടി ഇടാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മുറിച്ച് വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അല്ലാണ്ട് ഇളക്കണ്ട, അതിൽ കൊണ്ട് ഇങ്ങനെ ഒന്ന് തിന്ന് ഇളക്കി കൊടുത്താൽ താത്തി കൊടുത്താൽ മതി. പിന്നെ നന്നായിട്ട് ഇതിലേക്കിടുന്ന് തിളച്ച് വറ്റട്ടെ. മീൻ തിളപ്പിക്കുമ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ ഇപ്പം ഞാനൊരു തക്കാളിയാണ് ഇട്ടാക്കുന്നത്, ചുരുക്കൊഴിക്കും. എല്ലാം റെഡിയായി കഴിയുമ്പോൾ വറ്റി കഴിയുമ്പോൾ ലേശം ചുരുക്കൊഴിക്കും പുളിക്ക് വേണ്ടി. ഇവിടെ അങ്ങനെ പുളി ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഒരു തക്കാളി ജസ്റ്റ് ഇട്ടത്. അപ്പോൾ ചുരുക്കൊഴിച്ചാലും അത് ഈ കറി നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇത് മൂടി വയ്ക്കാം. മൂടിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കമ്പ് വെച്ചിട്ട് പ്ലേറ്റ് വെക്കുകയാണെങ്കിൽ തിളച്ച് പുറത്തേക്ക് പോകാതെ ഇരിക്കും. നന്നായിട്ട് തിളച്ച് മുളകിൻ്റെയും ഇഞ്ചിയുടെയും ഒക്കെ എല്ലാ ഇതും ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങി നന്നായിട്ട് വരുന്നുണ്ട്. നല്ലോണം കിടന്ന് തിളച്ച് ഒന്നും കൂടെ വറ്റണം. കുറച്ചും കൂടി വറ്റിയിട്ട് വേണം ഇറക്കാൻ. തിളച്ച് കറി ഒരുവിധം അങ്ങോട്ട് ആയി കഴിയുമ്പോൾ നേരിയ തീയിൽ സിമ്മിലിട്ടിട്ട് വേണം ഇത് കിടന്ന് വറ്റാനായിട്ട് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒറ്റ തിളയിൽ അങ്ങനെ തിളച്ച് വെന്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മീനി അതിൻ്റെ ഗ്രേവിയുടെ ഇതൊന്നും പിടിക്കുകയില്ല, ടേസ്റ്റിയും കുറയും. അപ്പം പിന്നെ ഇനി നേരിയ തീയിലിട്ടിട്ട് അവിടെ കിടന്ന് വറ്റി ആവശ്യത്തിന് വറ്റട്ടെ. തിളപ്പിക്കുന്നതിൽ തേങ്ങാപ്പാൽ ഒഴിക്കില്ല, നമ്മൾ വെറുതെ വെള്ളമാണ് ഒഴിക്കുക. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് അതിലേക്ക് ഇടുന്നതാണ് വറ്റുന്നത്. തേങ്ങാപ്പാൽ ഇതിലേക്ക് ഉപയോഗിക്കാറില്ല. ഞങ്ങൾ ഉപയോഗിക്കാറില്ല. തേങ്ങാപ്പാൽ ഒഴിച്ചും തിളപ്പിക്കാൻ പറ്റും, അതും ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ നമ്മളിവിടെ തിളപ്പിക്കുന്നതിൽ തേങ്ങാപ്പാൽ ഉപയോഗിക്കാറില്ല. ഇവിടെ മീൻ തിളപ്പിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഓഫാക്കാം. നമുക്ക് ഇരിക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കുറുകിക്കോളും, നെയ്യൊക്കെ ഒന്നും കൂടെ തിരിഞ്ഞോളും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, കാരണം ടേസ്റ്റിയുള്ള ഫുഡാണ്. ഒന്ന് നോക്കി അഭിപ്രായം പറയണേ.
പിന്നെ ഈ കറി നമ്മളിപ്പോൾ മീൻ കറി വയ്ക്കുന്നതായാലും തിളപ്പിക്കുന്നതായാലും നമ്മളിതെല്ലാം വാട്ടി വെക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വേറെ നമുക്ക് അതിൽ കടുക്, ഉള്ളി, വേപ്പില ഒന്നും താളിച്ച് ഇടേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നമ്മളെല്ലാം വാട്ടി തന്നെയാണ് കറി വയ്ക്കുന്നതായാലും തിളപ്പിക്കുന്നതായാലും.